യൂറോപ്പിനെയും ഇന്ത്യ, സിംഗപ്പൂർ അടക്കമുള്ള തെക്ക് കിഴക്കൻ രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന വ്യോമപാതയാണ് ഇറാന്റെ ആകാശം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇറാൻ വഴി നിരവധി വിമാന സർവീസുകളുണ്ട്. സംഘർഷ സാഹചര്യത്തിൽ ഇറാനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള വിമാന സർവീസുകളാണ് വിവിധ കമ്പനികൾ നിർത്തിവെച്ചത്. ജോർദാൻ, ലെബനോൻ, ഇറാഖ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ജോർദാനും ലെബനോണും ഇറാഖും ഇസ്രയേലുമെല്ലാം രാവിലെ വ്യോമപാത അടച്ചെങ്കിലും വൈകുന്നേരത്തോടെ തുറന്നു. ഇതോടെ നിരവധി വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. UAEയിലെ പ്രധാന വിമാന കമ്പനികളായ എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ് എന്നിവയെല്ലാം ഇറാനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള ചില സർവീസുകൾ റദ്ദാക്കിയതായി രാവിലെ അറിയിച്ചിരുന്നു. ജോർദാനിലെ അമൻ, ഇസ്രായേലിലെ തെൽ അവീവ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചതായാണ് ഫ്ലൈ ദുബായ് അറിയിച്ചത്. ഇത്തിഹാദ് എയർവേസ് അബുദാബിയിൽ നിന്നും ജോർദാൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള 4 സർവീസുകൾ റദ്ദാക്കി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചു. യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ എത്തുന്നതിനു മുൻപ് വിമാനങ്ങളുടെ സമയക്രമം ഓൺലൈനായി വിലയിരുത്തണമെന്നാണ് കമ്പനി നിർദ്ദേശിച്ചത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.